Meet the editors. ചോദ്യം ഇതാണ്, പാർട്ടി തിരുത്തുമോ? ഉണ്ണിബാലകൃഷ്ണൻ പലതവണ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. പക്ഷേ ഇന്നിപ്പോൾ ഈ വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുക്കാനുള്ള കാരണം ഒന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ഈ വിഷയം ആഴത്തിൽ പരിശോധിക്കുന്നു. പല പ്രധാനപ്പെട്ട വിഷയങ്ങളും അത് സർക്കാരിനെതിരെയും ചിലപ്പോൾ നേതാക്കൾക്കെതിരെയും പാർട്ടിയുടെ സംഘടനാ മെഷീനറിക്കെതിരെയുമുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഒപ്പം CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവിലും കൗൺസിലിലും വിമർശനം ഉയരുന്നു. ഏറ്റവും ഒടുവിൽ ഇടുക്കിയിലെ റിപ്പോർട്ടാണ് നമ്മൾ പ്രേക്ഷകർക്ക് കൊടുത്തത്. ഒരിടത്ത് സർക്കാർ തന്നെ മാറണം, അത് മന്ത്രിസഭ തന്നെ മാറണം എന്ന രൂക്ഷമായ വിമർശനമാണ്. പാർട്ടി തിരുത്തുമോ? നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കൊക്കെ അറിയുന്നത് പോലെ CPM-നും ഇടതുപക്ഷത്തിനും കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ജനമധ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന നിലയ്ക്ക് അവർ ഒരു സ്വയം പരിശോധന നടത്തേണ്ടതുണ്ട്, തെറ്റുകൾ കണ്ടെത്തി തിരുത്തേണ്ടതുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ചോദ്യം, എവിടെയൊക്കെയാണ് പിഴച്ചത്, ആരൊക്കെയാണ് അതിന് ഉത്തരവാദികളായിട്ടുള്ളത് എന്ന നിർണായകമായ ചോദ്യത്തിലേക്ക് ഈ പറയുന്ന സമിതിയുടെ ചർച്ചകൾ എത്തുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കാണുന്നത്. നോക്കൂ, ഇപ്പോൾ സർക്കാരിനെതിരായിട്ടൊരു തരംഗമുണ്ടായിരുന്നുവെന്നും ഭരണത്തിൽ ചില വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്നും വിലയിരുത്താനായിട്ട് CPM-ന്റെ സംസ്ഥാന സമിതി കൂടേണ്ട കാര്യമൊന്നുമില്ല. കാരണം വെച്ചാൽ അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല, ശരിയാണ്, അതൊരു വിഭാഗത്തെ എതിരാക്കും. അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കാൻ കഴിഞ്ഞില്ല, അതൊരു വലിയ വിഭാഗത്തെ എതിരാക്കും. അതേപോലെ തന്നെ ആവശ്യത്തിന് മരുന്നുകൾ ആശുപത്രികളിൽ ഉണ്ടായിരുന്നില്ല, വലിയ ജനവിഭാഗത്തെ അത് എതിരാക്കും. ഇതൊക്കെ ഭരണരംഗത്ത് സംഭവിച്ച വീഴ്ചകളാണെന്നും അതെല്ലാം തന്നെ സർക്കാരിനെ ജനവിരുദ്ധമാക്കിയെന്നും കണ്ടെത്തുന്നതിന് വലിയ ചർച്ചകളുടെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ സർക്കാർ വീഴ്ചകൾക്കപ്പുറം ജനങ്ങളുടെ ബോധത്തിലുണ്ടാക്കിയിരിക്കുന്ന ഒരു ഇംപ്രഷനുണ്ട്. ആ ഇംപ്രഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്. അതായത് ഈ സർക്കാരിനെ സംബന്ധിച്ചൊരു പ്രതിച്ഛായ ജനങ്ങൾക്കിടയിൽ രൂഢമൂലമായിരിക്കുന്നു. ആ പ്രതിച്ഛായയുടെ നിർമ്മാണത്തിന് ഉത്തരവാദികൾ ആരാണ് എന്ന ചോദ്യത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ശരിയായ ഉത്തരങ്ങളിലേക്കും നിങ്ങൾക്ക് എത്താൻ കഴിയുക. അപ്പോൾ മാത്രമാണ് തിരുത്തൽ പ്രക്രിയ നടക്കുക. നോക്കൂ, ഇപ്പോൾ ക്ഷേമ പെൻഷൻ്റെ കാര്യം പറയുന്നു, ശരിയാണ്. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് കേരളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിഷേധമായിരുന്നല്ലോ ഈ അന്നക്കുട്ടിയുടെയും മറിയക്കുട്ടിയുടെയും പ്രതിഷേധം എന്ന് പറയുന്നത്. ആ മറിയക്കുട്ടിയെ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ഈ പറയുന്ന ഇപ്പോൾ CPM വിമർശിച്ചുകൊണ്ടിരിക്കുന്ന പോരാളി ഷാജിമാർ ചിത്രീകരിച്ചുകൊണ്ടിരുന്നത്? അല്ലെ, ചട്ടിമറിയ എന്നൊക്കെയാണ് അവരെ വിളിച്ചുകൊണ്ടിരുന്നത്. എന്ന് മാത്രമല്ല, ദേശാഭിമാനി തന്നെ എന്താണ് മറിയക്കുട്ടിയെക്കുറിച്ച് വാർത്ത പ്രസിദ്ധീകരിച്ചത്? അവർക്ക് സ്വത്തുണ്ടെന്ന്, അവരുടെ മകൾക്ക് സമ്പത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അവർക്ക് അതിനെതിരെ നടപടിയെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വാർത്ത റിപ്പോർട്ട് ചെയ്തവർക്കെതിരെ പാർട്ടിക്ക് നടപടി എടുക്കേണ്ടി വന്നു. ഇത് ഉണ്ടാക്കുന്ന ഇംപ്രഷൻ എന്താണ്? ഈ പറയുന്ന ക്ഷേമ പെൻഷൻ കിട്ടാത്തൊരു വിഭാഗത്തിൻ്റെ ഇടയിൽ മാത്രമല്ല ഇത് പ്രതിഷേധം ഉണ്ടാക്കുക, ഇത് സമൂഹത്തിൽ മൊത്തത്തിൽ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കാത്ത സാഹചര്യം, അതേപോലെ തന്നെ അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കാൻ കഴിയാത്ത സാഹചര്യം, ഇതൊക്കെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഒരു വലിയ ബസ്സിൽ സംസ്ഥാനത്തുടനീളം മന്ത്രിസഭ യാത്ര ചെയ്തത്. ഈ പറയുന്ന മന്ത്രിസഭാ യാത്രയുടെ 4ാമത്തെ ദിവസം കല്ലയാശ്ശേരിയിൽ നിന്ന് തളിപ്പറമ്പിലേക്ക് പോകും വഴി പഴയങ്ങാടിയിൽ സംഭവിച്ചത് എന്താണ്? അവിടെ ഏതാനും കുട്ടികൾ ഈ പറയുന്ന കരിങ്കൊടി കാണിച്ചു. കരിങ്കൊടി കാണിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ ഒരു പൂച്ചട്ടി പ്രയോഗം നടക്കുകയാണ്. പൂച്ചട്ടി പ്രയോഗം നടക്കുന്നത് കേരളം മൊത്തത്തിൽ കണ്ടല്ലോ. അതിനുശേഷം മുഖ്യമന്ത്രി പറയുന്ന കാര്യം എന്താണ്? മുഖ്യമന്ത്രി പറഞ്ഞത് മാതൃകാപരമായ ജീവൻ രക്ഷാ പ്രവർത്തനമാണ് നടന്നതെന്നാണ്. നോക്കൂ, ഇതാണ് പ്രശ്നം. ഇത് ഈ നാട്ടിലെ എല്ലാ ചാനലുകളും ഈ പറയുന്ന തലയ്ക്ക് പൂച്ചട്ടി വെച്ച് അടിക്കുന്ന ദൃശ്യങ്ങൾ ഇങ്ങനെ നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ മലയാളികളെ കളിയാക്കുന്നതിന് തുല്യമല്ലേ വന്നു നിന്നിട്ട് മാതൃകാപരമായ ഒരു ജീവൻ രക്ഷാ പ്രവർത്തനമാണ് അവിടെ നടന്നതെന്ന് പറയുമ്പോൾ മനുഷ്യരെ പരിഹസിക്കുകയാണ്. ആ രീതിയിൽ നമ്മുടെ കോമൺ സെൻസിനെ ചോദ്യം ചെയ്യുകയാണ്. അതൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഈ പൂച്ചട്ടി പ്രയോഗത്തെക്കാൾ അപകടം ചെയ്തു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നീട് ഇങ്ങോട്ട് എന്താ സംഭവിച്ചത്? DYFI അത് ഏറ്റെടുക്കുകയാണ്. ഈ പറയുന്ന യാത്രയുടെ സുരക്ഷാ ചുമതല DYFI ഏറ്റെടുക്കുന്നു. പിന്നെ എത്ര സംഘർഷങ്ങൾക്കാണ് ഈ പറയുന്ന മന്ത്രിസഭയുടെ യാത്ര വഴിവെച്ചത്? അവസാനം ഗൺമാൻ്റെ പ്രയോഗം വരെ ഉണ്ടായില്ലേ? ഇതെല്ലാം ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ശൈലിയാണ് പ്രശ്നം എന്നൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരികയാണ്. ഇപ്പം മൈക്ക് കേടാകുമ്പോൾ കേസെടുക്കുന്നു. എന്നിട്ട് പിന്നെ കേരളം കാണുന്ന ചിത്രം എന്താണ്? ഈ പറയുന്ന പാവപ്പെട്ട മൈക്കുകാരനും അയാളുടെ ആംപ്ലിഫയറും ബോക്സും ഒക്കെ ആയിട്ട് വന്ന് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നൊരു ചിത്രമാണ് കാണുന്നത്. അപ്പോൾ ഇതൊരു ധാർഷ്ട്യത്തിൻ്റെ പ്രശ്നമായിട്ട് വരുന്നു. ഏറ്റവും അവസാനം വിവരദോഷി എന്ന പ്രയോഗം പോലും എത്രത്തോളം നെഗറ്റീവായൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം. അപ്പം ഇത് ഇവിടെ മാത്രമായിട്ട് നിൽക്കുന്നില്ലെന്നേ. ഇത് പിന്നെ ഈ ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്ക്, ഈ ഭരണ തുടർച്ചയുടെ ഒരു കുഴപ്പം അതാണല്ലോ. പിന്നീട് അങ്ങോട്ടേക്ക് ഈ മുകളിൽ നിന്ന് തുടങ്ങി താഴേക്ക് വരെ ധാർഷ്ട്യമാണ്. ഇവിടുത്തെ ഒരു പ്രശ്നം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമ്മുടെ നാട്ടിൽ ക്രമസമാധാനം നിലവിലുള്ളത് എന്തുകൊണ്ടാണ്? പോലീസ് ഫോഴ്സ് ഉള്ളത് കൊണ്ടാണല്ലോ. ആ പോലീസുകാർ രാത്രിയിൽ ഈ നാട്ടിലുടനീളം റോന്ത് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മളെല്ലാം സുഖമായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും സമൂഹത്തിൽ ഈ പറയുന്ന പോലീസുകാരോടൊരു സ്നേഹം ഉണ്ടായിട്ടുണ്ടോ? അല്ലെ ആ ഫോഴ്സിനോട്
അവരുടെ സ്നേഹം ഉണ്ടായിട്ടുണ്ടോ? അവരൊരു ജനപ്രിയമായ ഫോഴ്സാണോ? അല്ല. കാരണം എന്താ? അവരുടെ അധികാര പ്രയോഗമാണ് പ്രശ്നം. ആ അധികാര പ്രയോഗമാണ് അവർ നമുക്ക് വേണ്ടി കണ്ണിമ ചിമ്മാതെ കാവൽ നിൽക്കുമ്പോഴും നമ്മൾക്കിടയിൽ ഉണ്ടാകുന്ന ഇംപ്രഷൻ എന്താണ്? അവരോടൊരു ഐക്യപ്പെടൽ സാധ്യമേ അല്ല എന്ന് പറയുന്നതാണ്. കാരണം ഈ അധികാരം പ്രയോഗിക്കുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ സമൂഹത്തിൽ നമ്മൾ രാജവാഴ്ചയുടെ കാലത്തോ ഫ്യൂഡൽ കാലത്തോ ഒന്നും അല്ലല്ലോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ആരും ഒരു പ്രത്യേക പരീക്ഷ എഴുതി പാസ്സായിട്ടല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ MLA മാരോ MP മാരോ ആകുന്നത്. അവരൊക്കെ ഈ ജനങ്ങളുടെ വോട്ട് നേടിയിട്ടാണ് അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും അവർ വലിയ വിനയമുള്ളവരായിരിക്കണം. അവർക്കൊരു ധാർഷ്ട്യവും കാണിക്കാനുള്ള അവകാശമില്ല. അങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിനകത്ത് വരുന്ന വീഴ്ചയോ, അല്ലെങ്കിൽ അവശ്യ മരുന്നുകൾ ലഭ്യമാക്കുന്നതിലെ വീഴ്ചയോ, അവശ്യ വസ്തുക്കൾ ലഭ്യമാക്കുന്നതിൽ വരുന്ന വീഴ്ചയോക്കാളും ഒക്കെ അപ്പുറത്ത് ജനങ്ങളുടെ ബോധത്തിൽ നിങ്ങളൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പ്രവർത്തന രീതി കൊണ്ട്. ആ ഇംപ്രഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ പറയുന്ന കഴിഞ്ഞ കുറേ നാളുകളായിട്ട് DYFI എത്ര പോലീസ് സ്റ്റേഷനുകൾ കയറി ഉപരോധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും നമുക്കറിയാമല്ലോ, തിരുവനന്തപുരത്ത് പേട്ടയിൽ നടന്നൊരു സംഭവം എന്ന് പറയുന്നത് DYFIയുടെ ഒരു പ്രവർത്തകൻ്റെ ഹെൽമെറ്റ് ഇല്ലാത്തതിന് പിഴ അടച്ചതിൻ്റെ പേരിൽ അവിടെ പോയിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ. ഇതൊക്കെ ദൃശ്യമാധ്യമങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൃശ്യമാധ്യമം വേണമെന്നേ അവിടെ നിൽക്കുന്ന ആളുകൾ മൊബൈലെടുത്ത് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാലോ, ചാലക്കുടിയിൽ ITIയുടെ വിജയം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയ SFIക്കാർ പോലീസിൻ്റെ ജീപ്പ് തല്ലി പൊളിക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ ഏരിയ സെക്രട്ടറി അറസ്റ്റ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സിദ്ധാർത്ഥൻ്റെ കൊലപാതകം എന്ന് പറയുന്ന ഒരു ചെറിയ പ്രശ്നം. ഇതെന്താ അറിയാമോ? നിങ്ങൾ മോളിൽ ഇരുന്നുകൊണ്ട് ഇത്തരം ധാർഷ്ട്യങ്ങൾ കാണിച്ചാൽ അത് വളരെ പെട്ടെന്ന് താഴത്തേക്ക് പടരും. വളരെ പെട്ടെന്നാണ് അത് ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുക. സിദ്ധാർത്ഥൻ്റെ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള ഇത് അവിടുത്തെ SFI പ്രവർത്തകരല്ലേ, അവർക്ക് എങ്ങനെയാണ് ഒരു വിചാരണയൊക്കെ നടത്തി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത്? അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ വളരെ പ്രധാനമാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ കരുവന്നൂർ പോലൊരു സംഭവം, ഈ കരുവന്നൂർ പോലൊരു സംഭവത്തിനകത്തൊക്കെ എന്താണ് നമ്മൾ ഈ പറഞ്ഞ കണക്ക് എത്രയോ കാലമായിട്ട് കരുവന്നൂർ സഹകരണ ബാങ്ക് നേതൃത്വത്തിലിരിക്കുന്നത് CPM ആണ്. അവിടെ CPMന് പൂർണ്ണമായും നിയന്ത്രണാധികാരമുള്ളൊരു സഹകരണ ബാങ്കാണത്. അവിടെ നടന്നുകൊണ്ടിരുന്ന ആ അഴിമതികളെ തുറന്നു കാണിക്കുകയും അതിനെ സ്വയം വിമർശനപരമായി നോക്കിക്കാണുകയും ഒക്കെ ചെയ്യുന്നതിന് പകരം അതിനെ ഇങ്ങനെ മൂടിക്കൊണ്ട് അതിനെ എപ്പോഴും അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുകളെ ന്യായീകരിച്ചുകൊണ്ടൊക്കെ ഒരു പാർട്ടിയുടെ പരിമിതിയും പരാധീനതയുമായിരിക്കും. പക്ഷേ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു തുറന്ന സമൂഹത്തിലാണെന്ന് മനസ്സിലാക്കണം. ആ തുറന്ന സമൂഹത്തിൽ നിങ്ങൾക്ക് പലതും എളുപ്പത്തിൽ മറച്ചു വയ്ക്കാൻ കഴിയില്ല. അതെല്ലാം വളരെ പെട്ടെന്ന് വെളിപ്പെടും. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനനുസരിച്ച് നമ്മളും വിശാല മനസ്സോടുകൂടി ഈ കാര്യങ്ങൾ സമീപിക്കുകയും പറയുകയും ഒക്കെ വേണം, തുറന്നു പറയുകയും ഒക്കെ വേണം. അപ്പോൾ ഈ കരുവന്നൂർ പോലുള്ള പ്രശ്നം, എക്സാലോജിക്ക് പോലുള്ള പ്രശ്നം, ഇതൊക്കെ ഇംപ്രഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ വളരെ ലളിതമായി അവശ്യ സാധനങ്ങൾ കൊടുത്തില്ല, അതുകൊണ്ട് തോറ്റു. ക്ഷേമ പെൻഷൻ കൊടുത്തില്ല, അതുകൊണ്ട് തോറ്റു. ലൈഫ് മിഷൻ പദ്ധതികൾ കൊടുത്തില്ല, അതുകൊണ്ട് തോറ്റു. അവശ്യ മരുന്നുകൾ ലഭ്യമാക്കിയില്ല, അതുകൊണ്ട് തോറ്റു. ഈ രീതിയിൽ ഈ പറയുന്ന കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ പാർട്ടി, അതായത് ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും ഈ സർക്കാരിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളും ജനങ്ങളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യത്തെ അഭിസംബോധന ചെയ്യാൻ കഴിയില്ല. അത് ഇത്തരത്തിലുള്ള സാങ്കേതികമായ കാര്യങ്ങൾ വെച്ചിട്ട് അവസാനിപ്പിക്കും. അങ്ങനെ അവസാനിപ്പിക്കാനാണ് ഈ സമിതി കൂടുന്നതെങ്കിൽ പ്രത്യേകിച്ചൊരു മാറ്റവും വരാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ നിലപാട്. അതേസമയം ഈ പറയുന്ന കൃത്യമായ ആർക്കൊക്കെ എവിടെയൊക്കെ വീഴ്ചകൾ വന്നിരിക്കുന്നു, ആരുടെ പ്രവർത്തന ശൈലിയാണ് എതിരായൊരു ജനവികാരം ഉണ്ടാക്കിയിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളെ ബോധ്യപ്പെടുകയും അത് തുറന്ന് സംസാരിക്കുകയും അതിനെ തിരുത്തുകയും ചെയ്തില്ലെങ്കിൽ ഈ പാർട്ടിക്ക്, ഈ സർക്കാരിന് ഒരു ജനകീയ സർക്കാരായോ ഒരു ജനകീയ പാർട്ടിയായോ മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് മുതലാക്കാൻ മറ്റു പലരും വളരെ ശ്രദ്ധയോടെ കാത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം വിമർശനം നടത്തി സ്വയം ബോധ്യപ്പെടേണ്ടതുണ്ട്. അത് നിങ്ങൾ ജനങ്ങളോട് തുറന്നു പറയേണ്ടതുണ്ട്. ആ അർത്ഥത്തിലുള്ളൊരു കറക്ഷനാണ് നടത്തേണ്ടത്. അത് അനിവാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സ്മൃതി. തിരുത്തണം എന്നാഗ്രഹിക്കുന്ന, തിരുത്തപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം പാർട്ടിയിൽ ഉണ്ട്, പാർട്ടിയിലെ നേതാക്കൾ തന്നെയുണ്ട്. പക്ഷേ ഏറ്റവും തലപ്പത്തുള്ള അയാൾ തിരുത്തിയാലേ അത് ഒരു പൂർണ്ണ അർത്ഥത്തിൽ ശരിയാവുകയുള്ളൂ. അങ്ങനെ ഒരു തിരുത്തലുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയാണ്. പാർട്ടി തിരുത്തുമോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഉത്തരം തിരുത്താനിടയില്ല എന്ന് പറയുന്നത് ഇതിൻ്റെ ആകെ തുകയായിട്ട് ഞാൻ പറയുന്നതാണ്. അത് പറയാനുള്ള കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിന് ശേഷം പിണറായി വിജയൻ വാർത്താസമ്മേളനം നടത്തി. മെയ് 25 വാർത്താസമ്മേളനം നടത്തി. എന്നാൽ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് എൻ്റെ ശൈലി കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്, ഈ ശൈലി മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല, അപ്പോൾ അതിൽ മാറ്റം വരുത്തില്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. അന്ന് ആ ശബരിമല വിഷയത്തിൽ എടുത്ത സമീപനമടക്കം വിമർശിക്കപ്പെട്ട ഒരു ഘട്ടമായിരുന്നു. അപ്പോൾ ആ ശൈലി മാറ്റില്ല എന്ന് അദ്ദേഹം ശക്തമായി അതിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ 2024 വരുമ്പോൾ അങ്ങനെ ഒരു പ്രതികരണം അദ്ദേഹം നടത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് തുറന്നൊരു പ്രതികരണമേ നടത്തിയിട്ടില്ല. ഡൽഹിയിലെത്തിയപ്പോൾ അവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ചാണ് അദ്ദേഹം പ്രതികരിച്ചത്, നമ്മൾ കണ്ടതാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ 2 പ്രതികരണങ്ങൾ നടത്തിയത് മുൻ മന്ത്രിസഭയിലെ മന്ത്രിമാരായിരുന്ന ഒന്ന് തോമസ് ഐസക്കും ഒന്ന് G സുധാകരനുമാണ്. തോമസ് ഐസക്കാണ് അതിൽ കുറച്ചുകൂടി കൃത്യമായി നടപ്പാക്കേണ്ട സ്വയം വിമർശനാത്മകമായ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ പാർട്ടിയിൽ നേതൃത്വത്തിലുള്ളവർ പാലിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. പാർട്ടിക്കാരുടേതല്ല, ജനത്തിൻ്റെതാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ച ഒരു കാര്യം.
ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തിരിച്ചടിയായോ എന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. ജനത്തിനെ കേൾക്കാൻ ഒരു ചെവി അവിടേക്ക് വെക്കണം. നമ്മൾ മാത്രം യോഗം ചേർന്നാൽ പോരാ, അടച്ചിട്ട മുറിയിൽ പുറത്തൊരു ചെവി ഉണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം. സർക്കാരിൻ്റെ പ്രവർത്തനത്തിലെ പോരായ്മകൾ അനിഷ്ടമുണ്ടാക്കിയോ എന്നുള്ള കാര്യം പരിശോധിക്കണമെന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങൾ എങ്ങനെ ഉപയോഗിക്കപ്പെട്ടു എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി വിമർശിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഘടകം അതുകൂടിയാണ്. ജി സുധാകരനിലേക്ക് വരുമ്പോൾ ജി സുധാകരൻ BJPയുമായി ബന്ധപ്പെട്ട് അവിടെ അഴിമതിയില്ല എന്നതടക്കം പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാനാവുന്നതല്ല. ആ യഥാർത്ഥ അഴിമതിയൊക്കെ വലിയ തോതിൽ തന്നെ ഇവിടെ CPM തന്നെ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. ആ വിഷയം അദ്ദേഹം കാണാതെ പോയത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അദ്ദേഹത്തിൻ്റെ ചില വ്യക്തിപരമായ കാര്യങ്ങളുണ്ടാകാം. പക്ഷേ അദ്ദേഹം പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. BJP ഒരു എതിരാളിയെയല്ല എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടത്, അല്ലെങ്കിൽ മോദിക്ക് ശക്തിയില്ല എന്ന് പ്രചരിപ്പിച്ചത് ദോഷമാണ് ചെയ്തിട്ടുള്ളത്. അപ്പുറത്തൊരു എതിരാളിയായി തന്നെ കാണേണ്ടിയിരുന്നു. അത് ഹരിപ്പാട്, കായംകുളം എന്ന സ്ഥലങ്ങളിലൊക്കെ 3ാം സ്ഥാനത്തേക്ക് എത്തിയത് പരിശോധിക്കേണ്ട കാര്യമാണ്. ഇനി തൃശ്ശൂരിൽ അത് കാണുകയും ചെയ്തു. ഈഴവ വിഭാഗം പിന്നാക്കം പോയി, പാർട്ടിയിൽ നിന്ന് അകന്നു പോയി എന്നുള്ള കാര്യം പരിശോധിക്കണമെന്ന് പറഞ്ഞു. പിന്നെ എന്താണ്, പൊളിറ്റിക്കൽ ക്രിമിനൽസും ബൂർഷ നിലപാടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിന് പറയുന്ന ചില കാര്യങ്ങൾ അടർത്തി മാറ്റുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചില വ്യക്തിപരമായ കാര്യങ്ങളുണ്ട്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു വിമർശനമായി തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. ആ രൂപത്തിലേക്ക് അന്വേഷിച്ചു എന്നുള്ള കാര്യം പരിശോധിക്കണം. അടുത്തത് മാർക്ക് കൂർലോസുമായി ബന്ധപ്പെട്ടാണ്. മാർക്ക് കൂർലോസ് ഇടതുപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച വ്യക്തിയാണ്. അപ്പോൾ ആ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ നോക്കേണ്ടത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടായ ചില കാര്യങ്ങളാണ് ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചത്. നമ്മൾ പലതവണ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ മറിയക്കുട്ടിയുടെ കാര്യം, ഒരു വൃദ്ധയായ ഒരു പ്രായം ചെന്ന ഒരു സ്ത്രീ അവരുടെ ജീവിത പ്രശ്നം പറഞ്ഞപ്പോൾ ഉള്ള കാര്യമാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത്. എങ്ങനെയാണ് അതിനെ സമീപിച്ചതെന്നുള്ളത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും ഒടുവിൽ നോക്കൂ, ഇന്നലെ കണ്ണൂരിൽ ഒരു വയോധികൻ കൊല്ലപ്പെടുകയാണ്. സാധാരണ കണ്ണൂർ രാഷ്ട്രീയത്തിലെ ബോംബ് രാഷ്ട്രീയം, എതിർചെറിയിൽ ഒരാൾ കൊല്ലപ്പെടും, അല്ലെങ്കിൽ ബോംബ് നിർമ്മാണത്തിലെ ഒരാൾ കൊല്ലപ്പെടും. ഇതാണ് സംഭവിക്കുന്നത്. ഇതങ്ങനെയല്ല, സാധാരണക്കാരനായ ഒരാൾ കൊല്ലപ്പെടുകയാണ്. അതും പ്രായം ചെന്ന ആൾ. ഈ പറമ്പിലൊക്കെ ഉള്ള തേങ്ങയൊക്കെ പെറുക്കി ജീവിക്കുന്ന ആളുകളുണ്ട്. സാധാരണഗതിയിൽ നാട്ടുമ്പുറത്തൊക്കെ കാണുന്നൊരു കാഴ്ചയാണ്. ഒഴിഞ്ഞ പറമ്പിൽ പോയി പെറുക്കും. അങ്ങനെ ചെയ്യുന്നതിനിടയിൽ ഒരാൾക്ക് മരിച്ചു പോകുക എന്ന് പറഞ്ഞൊരു സാഹചര്യം, എങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത്? മുഖം നോക്കാതെ നടപടിയെടുക്കും എന്നൊക്കെ സഭയിൽ പറയുമ്പോഴും അടുത്ത ഘട്ടത്തിലേക്കും വേഗം രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ വർഷങ്ങൾക്ക് മുമ്പുള്ള എന്തോ കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. അപ്പോൾ എവിടെയാണ് തിരുത്തുന്നത്? ഈ സമയത്തൊക്കെ കുറച്ചൊക്കെ പക്വതയും കുറച്ചൊരു സമീപനത്തിൽ കുറച്ചൊരു വിനയവും ഒക്കെ ആവാന്നൊരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് പാർട്ടി കേരളത്തിൽ. ആ ഒരു ബോധ്യത്തിലേക്ക് പാർട്ടി എത്തേണ്ടതുണ്ട്. അങ്ങനെ എത്തുന്നുണ്ടോ? ഇല്ല. അപ്പോൾ തലപ്പത്ത് ആ രൂപത്തിൽ അത് സംഭവിക്കുന്നില്ല. പിന്നെ യെച്ചൂരിയും പറഞ്ഞിട്ടുള്ളത് എന്താ, ഭരണവിരുദ്ധ വികാരമെന്ന ഒരു വിമർശനം ഉണ്ടല്ലോ എന്ന് യെച്ചൂരി അടക്കം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതില്ല എന്ന് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നവർ അത് തിരുത്താൻ അങ്ങനെ തുറന്നു പറയേണ്ടതുണ്ട്. തുറന്നു പറയേണ്ടവർ തുറന്നു പറയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അത് സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ നോക്കൂ, സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒരു മാസം ഇപ്പോൾ 900 കോടി രൂപ വേണം ക്ഷേമ പെൻഷൻ കൊടുക്കാൻ. അങ്ങനെയുള്ളൊരു സാഹചര്യം ഈ അടുത്ത കാലത്തുണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇല്ല. അപ്പോൾ ഇതാദ്യമായിട്ടാണ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം വൈകുന്ന സാഹചര്യം വന്നിട്ടില്ല. മെയ് മാസം മുതൽ. അതുപോലെ 108 ആംബുലൻസുകാർക്ക് ശമ്പളം വൈകി. അപ്പോൾ ഇതൊക്കെ മറികടക്കാൻ, ഭരണ മികവ് കൊണ്ട് മറികടക്കാനുള്ള സാധ്യത ഏതായാലും ഈ സമയത്ത് വളരെ ചുരുക്കമാണ്. അതിന് സാധ്യമല്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? സ്വഭാവത്തിൽ, സമീപനത്തിലൊരു മാറ്റം വരുത്തണം. അത് സാധിക്കുന്നുണ്ടോ? അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള കാര്യം. ഇതുവരെ അതിനുള്ള ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ, തൊഴിലാളികളായ പാർട്ടി പ്രവർത്തകരൊക്കെ പറയുന്നത് ലെനിൻ പണ്ട് ചൂണ്ടിക്കാണിച്ച കാര്യമാണ്. പാർട്ടിക്കകത്തൊരു മാനേജറിയൽ ക്ലാസ് ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ ഒരു ക്ലാസ് ഉയർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിപ്പോൾ ഏറ്റവും തലപ്പത്ത് മാത്രമല്ല, താഴേക്ക് നോക്കിയാലും ചെറിയ നേതാക്കളുണ്ടല്ലോ, അവർക്കൊക്കെ പിണറായി വിജയൻ്റെ ശൈലി, പിണറായി വിജയൻ്റെ ഭാഷ, പിണറായി വിജയൻ്റെ മുഖഭാവം ഇതൊക്കെ അനുകരിക്കുന്ന ചെറുപ്പക്കാരായ നേതാക്കളെ നമുക്ക് ചർച്ചകളിൽ തന്നെ പങ്കെടുക്കുന്ന എത്ര പേരെ കണ്ടിട്ടുണ്ട്. അതേ ഭാഷയും അതേ ടോണിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാനും അടുത്ത പിണറായി ഇതാണ് പാർട്ടി നേതാക്കൾക്ക് വേണ്ട മുഖഭാവം, ഇതാണ് പാർട്ടി നേതാക്കൾക്ക് വേണ്ട സമീപനം എന്നൊരു തെറ്റിദ്ധാരണയിലാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ പിന്നാലെ വരും എന്നൊരു തോന്നലാണ്. അങ്ങനെ വന്നിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ വന്നു കഴിഞ്ഞു. ഇനിയെങ്കിലും കാലം നിലത്ത് ഉറപ്പിക്കേണ്ട സമയമായി. അതിലേക്ക് എത്ര പേരെത്തുന്നുണ്ട്? കുറേ ഒറ്റയ്ക്കും തെറ്റിക്കും ഒക്കെ പല നേതാക്കൾക്കും മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ്. പക്ഷേ പോസിറ്റീവായ കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള 2 കാര്യങ്ങളാണ്. പിണറായി വിജയൻ പാർട്ടി യോഗങ്ങളിൽ വിമർശിക്കപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. പേരെടുത്ത് പറയുന്നുണ്ടാകാം, നമ്മൾ പുറത്തേക്ക് വരുന്ന ആ രൂപത്തിലല്ല, ചില നേതാക്കൾ എന്ന് പറഞ്ഞാണ് പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ പാർട്ടി യോഗങ്ങളിലെ മുഴുവൻ കാര്യങ്ങളും പുറത്തേക്ക് വരുന്നില്ലല്ലോ. പക്ഷേ പിണറായി വിമർശിക്കപ്പെടുന്നു എന്നുള്ളത് പോസിറ്റീവായി എടുക്കണം. നമ്മൾ പിണറായി എന്ന നേതാവിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെ ആയിരിക്കരുത് എന്നതിൻ്റെ ഒരുപാട്
കാര്യങ്ങൾ അദ്ദേഹം നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നുകൊണ്ടാണ് അത് പറയേണ്ടി വരുന്നത്. പിന്നെ ഐസക്കിൻ്റെ പ്രതികരണം, ജി സുധാകരൻ്റെ പ്രതികരണം, ഇതൊക്കെ പോസിറ്റീവായ കാര്യങ്ങളായി ഞാൻ കാണുന്നു. കാരണം അവർ പ്രധാനപ്പെട്ട നേതാക്കളാണ്. അവർ പരസ്യമായി തന്നെ ചില കാര്യങ്ങൾ തുറന്ന് സമ്മതിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് CPI-ൽ കുറച്ച് കാലത്തിന് ശേഷം ഒരു സംസ്ഥാന സെക്രട്ടറി ഒരു ശക്തമായ നിലപാടുമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നു ക്ഷേമ പെൻഷൻ തിരിച്ചടിയായോ എന്ന് പരിശോധിക്കണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ CPI-യുടെ എല്ലാ ജില്ലാ കൗൺസിലുകളിലും പറയുന്നത് പിണറായി വിജയൻ രാജിവെക്കണമെന്ന ആവശ്യമാണ്. ശ്രദ്ധിച്ചല്ലോ, ഇന്ന് പോലും ഇടുക്കിയിൽ നിന്ന് അടക്കം ആ പ്രതികരണം വന്നു. ഇന്നിപ്പോൾ ഈ ബോംബുമായി ബന്ധപ്പെട്ട ബോംബ് രാഷ്ട്രീയമായി ഇന്നലത്തെ സംഭവവുമായി ബന്ധപ്പെട്ടും ബിനോയ് വിശ്വം പ്രതികരിക്കുന്നത് ബോംബ് പക്ഷമല്ല ഇടതുപക്ഷം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രതികരിക്കുന്ന ഒരു നേതാക്കൾ നേരത്തെ CPI-യിൽ ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ അതൊക്കെ മാറി ഒന്നും മിണ്ടാതിരിക്കുന്ന അല്ലെങ്കിൽ പ്രതികരിക്കേണ്ട ഘട്ടങ്ങളിൽ പ്രതികരിക്കാത്ത നേതാക്കളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ബിനോയ് വിശ്വം ചില കാര്യങ്ങൾ പ്രതികരിക്കുന്നു എന്നുള്ളത് പോസിറ്റീവായി കാണുന്നു. അതോടൊപ്പം ജി സുധാകരൻ്റെയും ഐസക്കിൻ്റെയും പ്രതികരണം, പാർട്ടി യോഗങ്ങളിൽ ഉയരുന്ന വിമർശനങ്ങൾ നല്ല രൂപത്തിൽ ശരിയാവുകയാണെങ്കിൽ നല്ല കാര്യം. സമീപനത്തിൽ വരുത്തേണ്ട മാറ്റമാണ്, അല്ലാതെ സാമ്പത്തികമായി വലിയ മാറ്റമൊക്കെ ഈ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടുത്തി അല്ലെങ്കിൽ ആ തരത്തിൽ പദ്ധതികളൊക്കെ നടപ്പാക്കിക്കൊണ്ട് ഇനിയൊരു ജനകീയ സർക്കാരായി മാറാനുള്ള സാഹചര്യം എന്തായാലും പ്രായോഗികമായില്ല. സമീപനത്തിലാണ് മാറ്റം വരുത്തേണ്ടത്. എനിക്ക് വലിയ പ്രതീക്ഷയില്ല. പാർട്ടി തിരുത്തുമോ എന്നാണ് മീറ്റ് ദി എഡിറ്റേഴ്സ് പരിശോധിക്കുന്നത്. ഞാൻ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് പലപ്പോഴും നമ്മളടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങൾ രാഷ്ട്രീയ വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാടുകളും വാർത്ത സംപ്രേഷണം ചെയ്യുന്ന രീതിയിലും പ്രതിപക്ഷ പാർട്ടികളോടൊരു സമീപനവും ഭരണകക്ഷിയോട് മറ്റൊരു സമീപനവും എന്ന രീതിയിലുള്ള പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വിമർശനങ്ങളും വരാറുണ്ട്. ആ വിമർശനങ്ങളിൽ ചിലതിന് കാതലുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ അതേസമയം പ്രതിപക്ഷത്തിരിക്കുക എന്നുള്ളത്, പ്രതിപക്ഷ ധർമ്മം നിറവേറ്റുക എന്നുള്ളത് മാധ്യമത്തിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടിക്ക് ലഭിക്കുന്ന അതേ ആനുകൂല്യം ഭരണകക്ഷിയായ ഒരു പാർട്ടിക്ക് ലഭിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ അപ്പോഴും ഒരു കാര്യത്തിൽ എനിക്ക് സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. യഥാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ പാർട്ടി കേട്ട പഴികൾ അടിസ്ഥാനമായി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലുള്ളത് തന്നെയാണോ എന്നുള്ളത് ആഴമേറിയ വിശകലനത്തിന് വിധേയമാക്കേണ്ട ഒന്നാണ്. ഞാൻ എന്തുകൊണ്ടാണിത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇതുവരെ നമ്മൾക്ക് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് ഈ പരാജയത്തിൻ്റെ വെളിച്ചത്തിൽ CPIM തിരുത്തൽ വരുത്തേണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്ന്, നേതാക്കളുടെ നാക്കുപിഴയടക്കമുള്ള ശൈലികളിൽ മാറ്റം വരണം എന്നുള്ളത്. രണ്ടാമത്തത്, ഈ സർക്കാരിനെതിരായിട്ടൊരു ഭരണവിരുദ്ധ വികാരമുണ്ടായി, ഭരണത്തിലൊരു ദൗർബല്യമുണ്ട്, ആ ഭരണത്തിലെ ദൗർബല്യം മാറ്റണം എന്നുള്ളത്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, സംഘടനയിൽ തന്നെ വന്നുകൂടിയിരിക്കുന്ന ചില പ്രവണതകളുണ്ട്, പ്രത്യേകിച്ച് 2ാം പിണറായി സർക്കാരിൻ്റെ വരവോടുകൂടി. ഈ 3 കാര്യങ്ങളിലും മാറ്റമുണ്ടാകണമെന്നാണ് പാർട്ടിയുടെ വിവിധ തട്ടുകളിൽ നടന്നിരിക്കുന്ന ചർച്ചകളിൽ വന്നിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് 3ഉം ഏതെങ്കിലും തരത്തിൽ ഗുരുതരമായ പാർട്ടി പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന നിലപാട് ഉറപ്പിക്കാനൊന്നല്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. പാർട്ടി തിരുത്തും എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. പക്ഷേ അപ്പോഴും നമ്മളിത് ഉയർത്തിക്കാണിക്കുന്നതിൻ്റെ അത്ര ആഴത്തിൽ ഈ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ഒരു പക്ഷേ നമ്മളെ തന്നെ കബളിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ആർഗ്യുമെൻ്റായി ഞാൻ മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മളിപ്പോൾ പറയുന്നു നേതാക്കളുടെ നാക്കുപിഴ. നേതാക്കളുടെ നാക്കുപിഴയല്ല, നേതാക്കളുടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ കാലത്ത് വിഷ്വൽ ട്രാപ്പുകളിൽപ്പെട്ട നേതാക്കളും അണികളും ചെന്നപ്പെടുമ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രതിരോധ വാചകങ്ങൾ അവരെ തിരിഞ്ഞുകുത്തുന്നു. അതാണ് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ച രക്ഷാപ്രവർത്തനം എന്ന പൂച്ചട്ടി പ്രയോഗം. അതിനുശേഷം ഏറ്റവും ഒടുവിൽ ഈ വിവരദോഷി എന്ന് പാർട്ടിയുടെ തന്നെ സഹയാത്രികനായിരുന്ന ഗീവർഗീസ് കുര്ലോസ് തിരുമേനിയെ വിശേഷിപ്പിച്ചത്. ഗീവർഗീസ് കുര്ലോസ് തിരുമേനിക്ക് ആ പേര് കിട്ടുന്നതിന് മുമ്പ് ഒരു ചരിത്രമുണ്ടായിരുന്നു. അത് ജോർജ് മാത്യു എന്നൊരു ചരിത്രമാണ്. കളരിപ്പറമ്പിലെ പഴയ ബ്രാഞ്ച് മെമ്പറായിട്ടിരുന്നൊരു കാലഘട്ടം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പാർട്ടിയെ തിരുത്താനോ പാർട്ടിയുമായി ബന്ധപ്പെട്ടൊരു വിമർശനം ഉന്നയിക്കാനോ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും കിറ്റുമായി ബന്ധപ്പെട്ടും പ്രളയവുമായി ബന്ധപ്പെട്ടും അദ്ദേഹം സൂചിപ്പിച്ച 2 വാക്കുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ പ്രയോഗം നടത്തുന്നത്. ഈ വാക്കുകളൊക്കെ സ്വാഭാവികമായും അധികാരത്തിലിരിക്കുന്ന ഒരാളിൽ നിന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാവുന്ന ഒരു ജനരോഷം അതിനോടുണ്ടാവും. അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ആളുകൾ പാലിക്കേണ്ട സഹൃദയത്വം എന്നുള്ളത് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാവും. അത് താൻ ഏതെങ്കിലും ഒരു വേദിയിലെത്തുമ്പോൾ അവിടെ ഒരു ആങ്കറായി നിൽക്കുന്നയാളോട് പോലും അത്തരം കമൻറ്റുകളൊന്നും വേണ്ട എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായും ഒരു ജനസാമാന്യം പെട്ടെന്ന് അധികാരത്തിലിരിക്കുന്ന ഒരാൾ, പാർട്ടി സെക്രട്ടറി അല്ല എന്നത് ഓർമ്മിക്കണം, അധികാരത്തിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ജനപ്രിയതയ്ക്കെതിരായിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ ജനപ്രിയത എന്നുള്ളത് അധികാരത്തിലിരിക്കുന്ന ഒരു കക്ഷിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനൊരു മനോഹരമായൊരു അതിർവരമ്പുണ്ട്. ആ അതിർവരമ്പ് ഭേദിക്കപ്പെട്ടു പോകുന്നത് പലപ്പോഴും പാർട്ടിയിലെ ചില നേതാക്കൾ അഥവാ സർക്കാരിലെ ചിലർ അറിയുന്നില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയൻ നാളെ മുതൽ ഉമ്മൻചാണ്ടിയുടെ ശൈലി സ്വീകരിക്കണം എന്നതാണ് നിലപാടെങ്കിൽ അത് തെറ്റായ നിലപാടാണെന്നാണ് എൻ്റെ പക്ഷം. കാര്യം ഉമ്മൻചാണ്ടിയുടെയും പിണറായി വിജയൻ്റെയും ശൈലി രണ്ടും 2 വ്യത്യസ്തങ്ങളായ ശൈലിയാണ്, 2 വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രയോഗമാണ്. അവിടെയാണ് സ്മൃതി പറഞ്ഞതുകൊണ്ടുള്ള എൻ്റെ വിനീതമായൊരു വിയോജിപ്പുള്ളത്.
എങ്ങനെയാണ് നിങ്ങൾ ജനപ്രിയമാകാൻ വേണ്ടി എന്താണ് നിങ്ങൾ മനഃപൂർവ്വം ചെയ്യേണ്ടത്? സ്വാഭാവികമായും ഞാൻ വിശ്വസിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ അമിതമായ നാട്യപ്രയോഗങ്ങൾ നടത്തുന്നത്, ഒരുതരം ദാസ്യപ്പണി നടത്തുന്നത് അതൊരു ഫ്യൂഡൽ മനോഭാവമാണ്. ആ രീതിയിലല്ല നിങ്ങളൊരു വോട്ടറെയോ സാധാരണക്കാരെയോ സമീപിക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലം മുതൽ ഇന്ന് വരെ പാർട്ടി പ്രവർത്തകരെയും എല്ലാവരെയും ചേർത്തു നിർത്തുന്നതും അവരോട് സംസാരിക്കുന്ന ശൈലിയിലും കാര്യമായ വ്യത്യാസം വന്നിട്ടില്ല എന്ന് തന്നെയാണ്. പക്ഷേ പൊതുവിഷയങ്ങളിൽ ചില സമയങ്ങളിൽ പ്രതികരണം നടത്തുമ്പോൾ സ്വാഭാവികമായും പിണറായി വിജയന് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഏതെങ്കിലും തരത്തിലുള്ള ശൈലിയിലുള്ള ഒരു മാറ്റം പിണറായി വിജയന് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഞാനൊരു ഉദാഹരണം പലപ്പോഴും നമ്മളുടെ സൗഹൃദവേളയിൽ പറയാറുണ്ട്. പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഘട്ടത്തിലും ഇതേപോലെ തന്നെയാണ് പിണറായി വിജയൻ പ്രവർത്തിച്ചിട്ടുള്ളത്. തന്നെ പുകഴ്ത്തി പറയുന്ന ആങ്കറോട് താൻ ഇത്രയും പറയേണ്ടതില്ല, ജനങ്ങൾക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന പിണറായി വിജയനാണ് കാണുന്നത്. തന്നെ പുകഴ്ത്തിപ്പാടുന്ന സ്തുതിപാഠകർക്കൊന്നും മുൻപിൽ അദ്ദേഹം നിൽക്കുന്ന കാഴ്ചയില്ല. ആ അർത്ഥത്തിൽ പിണറായി വിജയൻ വ്യത്യസ്തരായ ഒരു നേതാവാണ്. പക്ഷേ പൊതുയോഗങ്ങളിൽ നിൽക്കുമ്പോൾ, അധികാര സ്ഥാനത്ത് ഇരിക്കുമ്പോൾ, പ്രത്യേകിച്ച് നവകേരള സദസ്സിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ തീർച്ചയായും കൈവിട്ടുപോയ പ്രതികരണങ്ങളാണ് എന്ന് തന്നെ ഞാൻ സമ്മതിക്കുന്നു. ഇതാണ് എൻ്റെ ഈ വിഷയത്തിലെ ആദ്യത്തെ ടേക്ക്. ഇന്നിപ്പോൾ നോക്കൂ, പ്രതിപക്ഷ പാർട്ടിയുടെ പ്രസിഡന്റായ കെ സുധാകരൻ നടത്തിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. മരിച്ചത് വൃദ്ധനല്ലേ, ചെറുപ്പക്കാരനല്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിരിക്കുന്നത് ഭരണത്തിലിരിക്കുന്ന കക്ഷിയുടെ സെക്രട്ടറിയാണെന്ന് കരുതുക. എം വി ഗോവിന്ദൻ മാഷാണ് ഈ വിഷയം പ്രതികരിച്ചിരുന്നതെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ പൊതുസമൂഹവും ഇങ്ങനെയാണോ ഈ വിഷയത്തെ ട്രീറ്റ് ചെയ്യുക? അപ്പോൾ സ്വാഭാവികമായും നേതാക്കളുടെ പ്രതികരണങ്ങളിൽ പോലും പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കൾക്ക് കൊടുക്കുന്ന ഒരു ഔദാര്യ സമീപനമുണ്ട്. അത് പലപ്പോഴും ഭരണകക്ഷികൾ കിട്ടാറില്ല. ഇത് പലപ്പോഴും ആനുപാതികമല്ല എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. ഞാനൊരു ഉദാഹരണം കൂടി പറയാം. നമ്മളിപ്പോൾ ധാരാളം പറയാറുണ്ട്, ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് പാർട്ടിക്ക് പിഴച്ചുപോയോ, ന്യൂനപക്ഷ പ്രീണനം നടത്തി പാർട്ടി ഒരേ സമയം ഈഴവ വോട്ടുകളിൽ നിന്നും ക്രൈസ്തവ വോട്ടുകളിൽ നിന്നും അകന്നു നിന്നു എന്ന തരത്തിലുള്ള വിശേഷണമുണ്ട്. നമ്മൾ എന്താണ് ഈ ന്യൂനപക്ഷ പ്രീണനമായിട്ട് പറയുന്നത്? വിശാലമായ അർത്ഥത്തിൽ അത് ഇടതുപക്ഷ പാർട്ടി എടുക്കേണ്ട നിലപാടാണ് CA വിഷയത്തിൽ. ഇടതുപക്ഷ പാർട്ടിയാണ് ഇവിടെ പലസ്തീൻ വിഷയത്തിലുള്ള റാലികൾ സംഘടിപ്പിച്ചത്. ആ പലസ്തീൻ വിഷയത്തിൽ റാലികൾ സംഘടിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നാം ഇസ്രായേൽ വിഷയത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ക്രിസ്തീയ സമുദായത്തിൻ്റെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ വംശക്കുരുതിയുടെ ഒരു സാഹചര്യം നടക്കുമ്പോൾ പാർട്ടി എന്ത് നിലപാടെടുക്കണം? വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷേ ഇവിടെയും പാർട്ടിക്ക് എവിടെയാണ് അബദ്ധം പറ്റുന്നത്? പാർട്ടി ഈ നിലപാട് പ്രത്യയശാസ്ത്രപരമായി ശരിയായ നിലപാടെടുക്കുമ്പോഴും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ലീഗിനെ തങ്ങൾക്കൊപ്പം നിർത്താനുള്ള ചില തുറന്ന സമീപനങ്ങൾ കാണുന്നു. സമസ്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില നിലപാടുകൾ എടുക്കുന്നു. ആ സമസ്തയുമായി ബന്ധപ്പെട്ട നേതാക്കളെ പ്രീണിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നതും ഒരു ഭാഗത്ത് ചർച്ചയാവുന്നു. ഇവിടെയാണ് സ്വാഭാവികമായും പാർട്ടിയുടെ യഥാർത്ഥ ലക്ഷ്യത്തിനും അപ്പുറത്തേക്ക് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ തന്ത്രങ്ങളാണോ പാർട്ടി പയറ്റുന്നത് എന്ന ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ അത് വലിയ രീതിയിൽ പ്രവരീകരിച്ച് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ ഏതെങ്കിലും തരത്തിൽ പാർട്ടി ശൈലി തിരുത്തുമ്പോൾ ഏതാണ് വേണ്ടെന്ന് വയ്ക്കേണ്ടത്? ഈ CAക്കെതിരെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയത് കൊണ്ടാണ് താങ്കൾ പരാജയപ്പെട്ടത് എന്ന് പാർട്ടി വിലയിരുത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശരിയായ നിലപാടുമല്ല. പലസ്തീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റാലി നടത്തിയതുകൊണ്ട് പാർട്ടി പരാജയപ്പെട്ടു എന്ന നിലപാടും എടുക്കാൻ കഴിയില്ല. പക്ഷേ അതേസമയം അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനം പാർട്ടി മെഷീനറിക്ക് ഇല്ല എന്ന് പാർട്ടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനു പകരം സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടത്തുന്ന പെരുമാറ്റങ്ങൾ തോമസ് ഐസക് പറഞ്ഞതുപോലെ പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റാൻ പര്യാപ്തമായിരുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകം നോക്കൂ, ഹിന്ദു വോട്ടുകളിൽ ഈഴവ വോട്ടുകൾ ചോർന്നു പോകുന്നു എന്ന് പറയുമ്പോൾ പാർട്ടി സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? ഇവിടെ പാർട്ടി അടിസ്ഥാനമായി സ്വീകരിക്കേണ്ട നിലപാട് യഥാർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞ ചർച്ചയിലൊക്കെ സൂചിപ്പിച്ചതുപോലെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ നവോത്ഥാന സമിതിയുടെ തലപ്പത്തിരുത്തിക്കൊണ്ട് BDJS വഴി കൃത്യമായ വോട്ടൊഴുക്ക് ഉറപ്പാക്കുന്ന തരത്തിലുള്ളൊരു സമീപനത്തിൽ നിന്ന് പാർട്ടി പിന്മാറേണ്ടതുണ്ട്. ആ ലക്ഷ്യങ്ങളിൽ നിന്ന് OV വിജയൻ സാധാരണ പറയാറുണ്ട്, ഈ നമ്മൾ മനുഷ്യ മതിലുകളും ചങ്ങലുകളും തീർത്തുകൊണ്ടല്ല, സാമൂഹിക പ്രതിജ്ഞകളും തീർത്തുകൊണ്ടല്ല ജനാധിപത്യത്തിൻ്റെ ആത്മാവിനെ കമ്മ്യൂണിസത്തിലേക്ക് കടത്തിവിടേണ്ടത്, പകരം ചർച്ചകളും തുറന്ന സംവാദങ്ങളും കൊണ്ടാണ് സാധ്യമാക്കേണ്ടത് എന്നാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം ഇതാണ്, പാർട്ടി തിരുത്തുന്നതിനോടൊപ്പം പാർട്ടി സൃഷ്ടിച്ചിരിക്കുന്നൊരു ഈ അധികാരത്തിൽ തുടർച്ചയായിട്ടെത്തുമ്പോൾ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും എല്ലാ പാർട്ടികൾക്കും സംഭവിക്കുന്നത് പോലെ ഒരു സാംസ്കാരികമായ മണ്ഡലത്തെ അത് കൈയൊഴിഞ്ഞിരിക്കുന്നു. അവിടെ സ്വതന്ത്രമായ വിമർശനങ്ങളുള്ള ഒരു ഇടമല്ലാതായി മാറിയിരിക്കുന്നു. സ്തുതിപാഠകരായിട്ടുള്ള ആളുകൾ ഈ പൗരസമൂഹത്തിൻ്റെ ഭാഗത്ത് ജൈവബുദ്ധിജീവികളായി മാറേണ്ട മനുഷ്യർ സ്തുതിപാഠകരായി മാറുന്ന അവസ്ഥയുണ്ടാവുന്നു. അതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ പോലും അത്തരം വിമർശനങ്ങൾ സാധ്യമല്ലാതെ പോകുന്നത്. ആ ഘട്ടത്തിലും ആത്മവിമർശനപരമായി ഞാൻ പറയുന്നത്, പാർട്ടി തിരുത്തുമോ എന്ന്
നമ്മുടെ ചോദ്യത്തിൽ പാർട്ടി തിരുത്തേണ്ടത് ഈ വിഷയത്തിലെടുത്തിരിക്കുന്ന രാഷ്ട്രീയ നിലപാടല്ലെന്നും, എന്നാൽ ആ രാഷ്ട്രീയ നിലപാടിനെ ഒരുപക്ഷെ മറച്ചു വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപീകരിക്കാൻ എന്ന ഘട്ടത്തിൽ പാർട്ടി എടുത്തിരിക്കുന്ന ചില നിലപാടുകൾ ഉയർത്തിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് മാധ്യമങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഈ രണ്ട് വിഷയങ്ങളിൽ പ്രകടമാണ്. ഒന്ന്, മൈനോറിറ്റി അപ്പീസ്മെന്റ്, ന്യൂനപക്ഷ പ്രീണനം എന്ന രീതിയിലുള്ള ഒരു ആശയത്തെ നമ്മൾ മുന്നോട്ട് വെച്ചു. അതാകട്ടെ സമസ്തയുടെയും ലീഗിൻ്റെയും നീക്കുപോക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്. പക്ഷേ പലസ്തീൻ വിഷയത്തിലോ CAA വിഷയത്തിലോ യൂണിഫോം സിവിൽ കോഡിലോ പാർട്ടി എടുത്ത നിലപാട് ശരിയല്ല, അതല്ല തിരുത്തേണ്ടത് എന്നാണ് എൻ്റെ വിഷയം. രണ്ട്, പിണറായി വിജയൻ്റെ ശൈലി തിരുത്തണം എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ അന്ന് മുതൽ ഇന്ന് വരെ സ്വീകരിച്ചു വരുന്ന ഒരു ശൈലിയുണ്ട്. തിരുത്തേണ്ടത് ആ ശൈലിയല്ലെന്നും, പക്ഷേ പൊതുവേദികളിൽ അദ്ദേഹം ഇപ്പോൾ തോമസ് ചാഴികാടനുമായി ബന്ധപ്പെട്ട് നവകേരള സദസ്സിൽ നടത്തിയ പരാമർശം അത് വലിയ രീതിയിൽ കോട്ടയം ബെൽറ്റിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായി. കാരണം ഒരു വലിയ വിഷ്വൽ ട്രാപ്പിലേക്കാണ് നമ്മൾ ചെന്ന് കയറുന്നത്. നമ്മുടെ വാചകങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. നമ്മളുടെ കാഴ്ചകൾ എന്നേക്കുമായി പ്രേക്ഷകരുടെ മുന്നിൽ മാഗ്നിഫൈഡായി അത് പർവ്വതീകരിക്കപ്പെട്ട് കാണിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ കാണിക്കേണ്ട മിതത്വവും ജാഗ്രതയും സ്വാഭാവികമായും കാട്ടാതെ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പാർട്ടി തിരുത്തുമോ എന്ന ചോദ്യത്തിന് എൻ്റെ ഉത്തരം, നേരിട്ടുള്ള ഉത്തരം, പാർട്ടി തിരുത്തുമെന്ന് തന്നെയാണ്. പക്ഷെ തിരുത്തേണ്ടത് രാഷ്ട്രീയ നിലപാടല്ല, പകരം തിരുത്തേണ്ടത് ഈ ശൈലീ പ്രയോഗത്തെ പ്രതിഫലിപ്പിക്കുന്ന രീതിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജയിലേക്ക് പോകുന്നതിൻ്റെ ഒറ്റ വരി ഞാൻ പറഞ്ഞ തെറ്റിദ്ധരിച്ചു തോന്നുന്നു. ഞാൻ ചിരിച്ചു കളിച്ച് ജനങ്ങളുമായിട്ട് അങ്ങനെ ഇടപഴകി നിൽക്കുന്നവരാണ് നല്ല നേതാവ് എന്ന അർത്ഥത്തിലേ അല്ല ഞാൻ പറഞ്ഞത്. ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ടാകും. ചിലർ കുറച്ച് ഗൗരവക്കാരായിരിക്കാം, ചിലരല്ലാതെ ചിരിച്ചിടപെടുന്നവരുണ്ടാകും, നായനാരെ പോലുള്ള നേതാക്കളുണ്ട്. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞത്. അരഗൻ്റ് ആവുക എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. മാത്രമല്ല പൊതുവേദികളുടെ പ്രസംഗം മാത്രമല്ല ഒരു മുഖ്യമന്ത്രി നിർണ്ണയിക്കുന്നത്, പ്രവർത്തനം കൂടിയാണ്. അപ്പോൾ അതിലേക്ക് എൻ്റെ ഒരു ഉദാഹരണം ഞാനിത് പറയാനുള്ള കാര്യം, ഞാൻ സുജിയിലേക്ക് വരാം. ഒരൊറ്റ പോയിന്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ സ്മൃതി പറയുന്നു എനിക്ക് പ്രതീക്ഷയില്ല ഈ സർക്കാരിൽ. എന്തിലാണ് പ്രതീക്ഷ? സർക്കാരിൽ പ്രതീക്ഷയില്ല എന്നല്ല ഞാൻ പറഞ്ഞ. പാർട്ടി തിരുത്തുമോ എന്നാണ് നമ്മുടെ ചോദ്യം. പാർട്ടി തിരുത്തുമോ എന്ന് ചോദിക്കുമ്പോൾ പാർട്ടിയുടെ തലപ്പത്ത് ആദ്യം തിരുത്തണം. തിരുത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നേതാക്കൾ അതിനകത്ത് പ്രതികരിക്കുന്നത്. MP ഗോവിന്ദനൊക്കെ അവസാനമൊക്കെ എങ്ങനെ പ്രതികരിച്ചെന്നും പിന്നീട് എങ്ങനെ പ്രതികരിക്കേണ്ടി വന്നു നമ്മൾ കണ്ടാണ്. ഇതിനിടയ്ക്ക് ശേഷം ജനക്ഷേമ പദ്ധതികൾ ഈ സർക്കാർ നടപ്പിലാക്കാത്തത് കൊണ്ട് ജനസാമാന്യമാകുന്നു. പക്ഷെ അടിസ്ഥാനമായ ഒരു ചോദ്യം നമ്മൾ അവിടെയും ചോദിക്കാതെ പോകുന്നുണ്ട്. ഈ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രധാന കാരണം എന്താണ്? ഇതൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പിലും പറഞ്ഞതാണല്ലോ. ജനത്തിന് എന്തൊക്കെ ബോധ്യമായി. ഒരു മിനിറ്റ്. കേന്ദ്രത്തിൽ നിന്നും കിട്ടാത്തത് കിട്ടിയിട്ടില്ല, അതൊരു സത്യം തന്നെ. അത് അവിടെ നിൽക്കുമ്പോഴും ഇവിടെ നമുക്ക് വയറുമുറുക്കി ജീവിക്കാം, മുണ്ടുമുറുക്കി ജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിദേശയാത്ര നടത്തുന്നതും സർക്കാർ ഖജനാവിന്റെ ഫണ്ടിലാണോ? ലെറ്റ് മീ കംപ്ലീറ്റ്. നവകേരള യാത്ര എന്ന് പറഞ്ഞൊരു യാത്ര നടത്തിയല്ലോ. ആ നവകേരള യാത്ര നടത്താനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. ആ നവകേരള യാത്ര നാട്ടുകാരുമായി സംസാരിക്കാനായിരുന്നില്ല, പൗരപ്രമുഖരുമായി സംസാരിക്കാനായിരുന്നു. ആ ബസ് യാത്രയ്ക്ക് എങ്ങനെയൊക്കെ മത്സ്യത്തൊഴിലാളികളുണ്ട്, സാധാരണ NGO-യിൽപ്പെട്ടവരുണ്ട്, സാധാരണ പ്രവർത്തകരുണ്ട്. അതൊക്കെ നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത് പൗരപ്രമുഖരല്ല. ഞാൻ പറഞ്ഞത് സെലക്റ്റീവായ ചിത്രീകരണം നടക്കുന്നുണ്ട്. നവകേരള സദസ്സിന്റെ ലക്ഷ്യത്തെ പരാജയപ്പെടുത്തിയത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. നവകേരള സദസ്സ് യഥാർത്ഥത്തിൽ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് സാമ്പത്തിക ബാധ്യത ഞങ്ങൾക്കുണ്ടെന്നും ആ സാമ്പത്തിക ബാധ്യതയുടെ കാരണം കേന്ദ്ര സർക്കാരാണെന്നും പറയാനുള്ള യാത്രയാണ്. പക്ഷേ അതിനെ സർക്കാർ അവതരിപ്പിച്ച രീതി തെറ്റാണെന്ന് ഞാൻ പറയും. പക്ഷേ അത് വേണ്ടായിരുന്നു എന്നൊരു അഭിപ്രായക്കാരനല്ല ഞാൻ. പക്ഷേ ഒന്നാമത്തെ കാര്യം, നവകേരള യാത്ര ആദ്യം കേന്ദ്ര സർക്കാരിനെതിരായ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ലായിരുന്നു. അതാണ് പ്രശ്നം. പിന്നീട് എന്തിനാണ് മാറ്റി പറഞ്ഞത്? അവിടെ നമ്മൾ നോക്കൂ, അവിടെ നമ്മൾ എങ്ങനെയാണ് അതിനെ ചിത്രീകരിക്കുന്നത്? അല്ല, സാമ്പത്തിക ബാധ്യത ഈ സർക്കാരിനുണ്ട് എന്നുള്ളതും അത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വമാണെന്നുള്ളതും നമ്മൾ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ ചർച്ച ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്തമില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയും നമ്മുടെ കയ്യിൽ പണം ഇല്ല. എന്റെ കയ്യിൽ പൈസ ഇല്ല, എനിക്ക് ശമ്പളം തരാത്ത നമ്മുടെ മാനേജ്മെന്റ് ആണ്. അങ്ങനെ ഒരു തീരുമാനം വരുന്നു, അങ്ങനെ ഒരു വിഷയം വരുന്നു. അപ്പോൾ മാനേജ്മെന്റ് ശമ്പളം തന്നില്ലെങ്കിൽ ഞാൻ എവിടെന്നെങ്കിലും ഒക്കെ കടം വാങ്ങി ധൂർത്തടിച്ച് ജീവിക്കൂ? അങ്ങനെയാണ്. എവിടെയാണ് നിങ്ങൾ ധൂർത്തടിച്ച്? നമ്മൾ പുറത്തേക്ക് കാണിക്കുന്നവരുണ്ടല്ലോ. പുറത്തേക്ക് ഞാൻ ശമ്പളം ഇല്ലാണ്ട് ഞാൻ ഇവിടെ ഭയങ്കരമായി പൈസ ചെലവാക്കി ജീവിക്കുന്നു. ചോദിക്കില്ലേ എവിടെ നിന്നെടുത്താണ് ജീവിക്കുന്നത്? അല്ലല്ല, അവിടെ ഒരു പ്രശ്നം. നോക്കൂ സ്മൃതി, ഞാൻ സ്മൃതിയോട് അവിടെയും വളരെ പൊളൈറ്റായിട്ട് വിയോജിക്കുന്ന ഒരേ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ വസ്തുതകളെ ഒരു ഘട്ടത്തിൽ നമ്മൾ പറയും, അതിനുശേഷം അത് മറച്ചു വെച്ചുകൊണ്ട് വേറൊരു ചർച്ചയിലേക്ക് പോകും. ഇവിടെ അടിസ്ഥാനമായ പ്രശ്നം സർക്കാരിന് സമ്പത്തില്ല എന്നുള്ളത്. ഒറ്റ ചോദ്യമേ നാളെ VD സതീശനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവുന്നതെങ്കിൽ ഈ സാമ്പത്തികാവസ്ഥ എങ്ങനെ പരിഹരിക്കും? സാമ്പത്തികാവസ്ഥ പരിഹരിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, സാമ്പത്തികാവസ്ഥ പരിഹരിക്കുന്നില്ലെങ്കിൽ അത് പറയണം. ഇതാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയണം. ജീവിക്കണമെന്നേ അത് പറയാൻ
പറഞ്ഞ ജനം കേൾക്കില്ലേ? അല്ല, ആ അവസ്ഥ അതെങ്ങനെ കേൾക്കും? നിങ്ങൾ പറയുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾ പറയുന്നത്? പൗരപ്രമുഖരെ കേട്ടല്ലോ, കിട്ടിയല്ലോ. നോക്കൂ, ഇത് തന്നെ 2019 കിട്ടിയതല്ലേ സ്മൃതി? അതവിടെ ഉണ്ടാവും. അത് സർക്കാരിനെതിരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ട്. പക്ഷേ നമ്മൾ പറയുമ്പോൾ എൻ്റെ ആർഗ്യുമെന്റ് ഇത്രയേ ഉള്ളൂ. സ്മൃതി പറഞ്ഞതുപോലെ കാണിക്കുന്നത് എന്താണ്, കാണിക്കപ്പെടുന്നത് എന്താണ് എന്നൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. നവകേരള സദസ്സിന്റെ ലക്ഷ്യം ഇതാണ് എന്ന് അവസാന ഘട്ടത്തിൽ സർക്കാർ പറയുമ്പോൾ നമ്മൾ കാണുന്നത് അതുമായി ബന്ധപ്പെട്ട പൗരസദസ്സാണ്. പക്ഷെ അവിടെ അതിനെ നശിപ്പിച്ചത് എന്താണ്? നമ്മൾ നടത്തിയ സർവേ തന്നെ തള്ളിക്കളയുകയാണോ? ആ സർവേ എന്താണ് തെളിഞ്ഞത്? ഈ സർവേകൾ എന്താ പറയുന്നത്? ചിത്രീകരിക്കുന്നതല്ലേ പ്രതീതി. ആ പ്രതീതിയല്ലേ ജനങ്ങളിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായി അവർക്ക് എവിടെ നിന്നാണ് മറ്റൊരു കണ്ടന്റ് കിട്ടുക? പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ള. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ജാഗ്രത കാണിക്കണം പാർട്ടി. പക്ഷെ അതേസമയം രാഷ്ട്രീയ പ്രവർത്തനത്തിലെടുത്ത നിലപാട് മാറ്റണമെന്ന അഭിപ്രായം എനിക്കില്ല. അത് സുപ്രീം കോടതിയുടെ ശബരിമല വിധിയാണെങ്കിൽ പോലും. സുജയ, പാർട്ടി തിരുത്തുമോ എന്ന ചോദ്യത്തിന് നിങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കാത്തൊരു ഉത്തരമാണ് എനിക്ക് പറയാനുള്ളത്. പാർട്ടി തിരുത്തുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിന് കൃത്യമായ കാരണങ്ങളുമുണ്ട്. അതായത് തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരം മാത്രമല്ല എന്നും പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള അപജയങ്ങളാണ് എന്നുള്ളതും പാർട്ടി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുരോഗമിക്കുന്ന യോഗങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാം നമുക്ക് കാടടച്ച് വെടിവെക്കാൻ എളുപ്പമാണ്. പക്ഷേ ഒരാൾ ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ, ഒരു പാർട്ടി അതിന് മാറ്റങ്ങൾക്ക് വിധേയമാകാൻ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ തോൽവി പരിശോധിച്ചുകൊണ്ടുള്ള ഒരു തിരുത്തൽ മാർഗരേഖ ഉണ്ടാക്കുക, അതിൻ്റെ ക്രമീകരണങ്ങളിലേക്ക്, അതിൻ്റെ കൂടിയാലോചനകളിലേക്ക് CPIM കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്? ഇടത് കോട്ടകളിൽ നേരിട്ടിട്ടുള്ള വലിയ തോൽവി, അത് വലിയ തോൽവിയാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ജില്ല എന്ന് മാത്രമല്ല, പാർട്ടി സെക്രട്ടറിയും എല്ലാവരുടെയും ജില്ല കണ്ണൂർ കോട്ട. കണ്ണൂർ കോട്ടയിലുണ്ടായ വിള്ളൽ എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു സൂചി കൊണ്ട് കുത്തിയപ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ വിള്ളലല്ല, ഒരു വലിയ വിള്ളലാണ്. അപ്പോൾ ആ വിള്ളൽ കൂടുതൽ വലുതാകാനുള്ള ഒരു സാധ്യത കണ്ണൂരിൽ തന്നെ പാർട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണൂരിലുണ്ടായിട്ടുള്ള വലിയ വീഴ്ച അത് തിരുത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള നേതാക്കളായ എല്ലാവർക്കും, മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് തിരുത്താതെ അവർ മുന്നോട്ട് പോകില്ല. കാൽച്ചുവട്ടിലെ മണ്ണ് ഏറ്റവും കൂടുതൽ ഒലിച്ചുപോയത് കണ്ണൂരിലാണ് എന്നുള്ളത് CPIMന് നന്നായി മനസ്സിലായിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ടും അവർ തിരുത്താതിരിക്കുകയാണെങ്കിൽ മണ്ടന്മാരുടെ പാർട്ടിയാണ് എന്ന് പറയേണ്ടിയിരിക്കും. CPIM എന്നുള്ളതിലെ M4 മണ്ടൻ എന്നാക്കി മാറ്റേണ്ടി വരും. അതിനെന്തായാലും ആ പാർട്ടി തയ്യാറാകില്ല. അതുകൊണ്ട് തന്നെ ഈ പാർട്ടി ഗ്രാമങ്ങളിലടക്കം എവിടെ നിന്നൊക്കെയാണ് കേഡർ വോട്ടുകൾ അടക്കം വിട്ടുപോയത്, അതുപോലെ തന്നെ അനുഭാവികളുടെ വോട്ട്, അനുകൂലിച്ചിരുന്ന സമുദായങ്ങളുടെ വോട്ട്, അതൊക്കെ എവിടെ നിന്നൊക്കെയാണ് വിട്ടുപോയത് എന്നുള്ളതിൻ്റെ കൃത്യമായ കണക്ക് മറ്റു പാർട്ടികളെക്കാളും കൃത്യമായ കണക്ക് ഉള്ള പാർട്ടി CPIM ആണ് എന്നുള്ളതിൽ ആർക്കും എതിരഭിപ്രായം ഉണ്ടാകില്ലല്ലോ. കാരണം ഒരു ബൂത്തിലേക്ക്, പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ എത്തുമ്പോൾ അതിൽ എത്ര പേർ തങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, എത്ര പേർ ചെയ്തിട്ടില്ല എന്ന ഒരു കണക്ക് കൃത്യമായി അപ്പോൾ തന്നെ രേഖപ്പെടുത്തുകയും അതനുസരിച്ച് കൊണ്ടുള്ള ഏറ്റവും നല്ല എക്സിറ്റ് പോൾ നടത്തുന്ന CPIM ആണ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഇത്തവണ പാർട്ടി കണക്ക് കൂട്ടിയ പാർട്ടി അംഗങ്ങൾ തങ്ങൾക്ക് വോട്ട് ചെയ്തു എന്നുള്ള ആ കണക്കാണ് തെറ്റിയത്. അത് 2019 അപേക്ഷിച്ച് സമാനമല്ല. 2019 കൃത്യമായ ഒരു രാഹുൽ തരംഗവും ശബരിമല തരംഗവും ഒക്കെ ഉണ്ട് എന്നുള്ളത് പാർട്ടിക്ക് അറിയാമായിരുന്നു. പരാജയം എക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷേ 2024 അതൊരു എക്സ്പെക്റ്റഡ് പരാജയമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതിൻ്റെ കാരണം ഈ കണക്ക് കൂട്ടലാണ്. അതായത് ബൂത്ത് അടിസ്ഥാനത്തിൽ ഓരോ പോളിംഗ് ബൂത്തിലും ഇത്ര വീതം വോട്ട് വീഴുമെന്ന് അവർ കണക്ക് കൂട്ടുകയും ആ ബൂത്തുകളിലൊക്കെ വലിയ തിരിച്ചടി നേരിടുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ നോക്കൂ, ആലത്തൂരിൽ K രാധാകൃഷ്ണൻ ജയിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ചേലക്കര മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ ബൂത്തിലും അദ്ദേഹത്തിൻ്റെ നാട്ടിലും തന്നെ രമ്യ ഹരിദാസ് ലീഡെടുക്കുകയാണ്. അതൊരു ചെറിയ കാര്യമല്ല. വലിയ ഭൂരിപക്ഷത്തിന് നിയമസഭയിലേക്ക് ജയിച്ച K രാധാകൃഷ്ണന് ഇത്തവണ ആ സ്വന്തം മണ്ഡലത്തിൽ, സ്വന്തം നിയമസഭാ മണ്ഡലത്തിൽ കിട്ടിയ വോട്ടെന്ന് പറയുന്നത് 1/6. ആ ഭൂരിപക്ഷത്തിൻ്റെ 1/6 അവിടുത്തെ ഭൂരിപക്ഷം ഇത്തവണ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഓരോ ഇടവും എടുത്തു നോക്കി 140 നിയമസഭാ മണ്ഡലങ്ങളിലെയും ആഘാതം എത്രത്തോളമാണ് എന്നുള്ളത് പാർട്ടി പരിശോധിക്കണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. മാത്രമല്ല, ഈ വീഴ്ചകൾക്ക് ഒരു പരിഹാരക്രിയ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല എന്നുള്ളതും പാർട്ടിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടാകും. കാരണം BJPയുടെ ഒരു കടന്നുകയറ്റം എന്ന് പറയുന്നത് നേരത്തെ കരുതിയിരുന്നത് പോലെ ഒന്നല്ല എന്ന് പാർട്ടി കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. G സുധാകരന്റെ വാക്കുകളിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിൽ BJP ഇല്ല. കേരളത്തിന്റെ മതേതര മനസ്സ് BJPയെ തള്ളിക്കളയും. കേരളത്തിൽ BJP വളരില്ല. കേരളത്തിൽ താമര വിരിയില്ല. ഇതായിരുന്നു ഒരു ആഖ്യാനം. ആ ആഖ്യാനം മാധ്യമങ്ങളും അതുപോലെ തന്നെ പാർട്ടിയുടെ താഴെ തട്ട് മുതൽ മേൽത്തട്ട് വരെ, മുഖ്യമന്ത്രി വരെയുള്ള ആളുകളും പലതവണ പലകുറി ആവർത്തിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തെങ്കിലും ജനം തിരിച്ചാണ്
വോട്ട് ചെയ്തത്. അത് സംഭവിച്ചത് എങ്ങനെയാണ്? പാർട്ടി കേന്ദ്രങ്ങളിൽ എങ്ങനെയാണ് BJPക്ക് ഇരട്ടി വോട്ട് കിട്ടുന്നത്? ധർമ്മടത്തെ ബൂത്തിലടക്കം കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടിലേക്ക് പോയത് എങ്ങനെയാണ്? അതൊരു സുപ്രഭാതത്തിൽ സംഭവിച്ചതോ പെട്ടെന്നൊരു ആന്റി ഇൻകംബൻസിയിൽ സംഭവിച്ചതോ അല്ല എന്നുള്ളത് പാർട്ടി തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സാധാരണക്കാരെ, പാർട്ടിക്ക് സ്ഥിരമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന അതിസാധാരണക്കാരായ മനുഷ്യരെ, അവരായിരുന്നു ഒരു കാലത്ത് 80% CPIMന്റെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. ആ സാധാരണക്കാരാണ് പാർട്ടിയിൽ നിന്ന് അകന്നു പോയത്. അതിനുള്ള കാരണങ്ങൾ ഇപ്പോൾ CPI കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. CPIയുടെ വിലയിരുത്തലിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് ഈ സംസ്ഥാന നേതൃയോഗത്തിൽ ഇപ്പോൾ 5 ദിവസമായി ചേരുന്ന യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു വിശകലന റിപ്പോർട്ട് 26-ാം തീയതി കേന്ദ്ര കമ്മിറ്റി ചേരാൻ പോവുകയാണ്. അതിലേക്ക് പോവുകയും അങ്ങനെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതുപോലെ ഒരു തെറ്റുതിരുത്തൽ മാർഗ്ഗരേഖയിലേക്ക് പാർട്ടി എത്തിയാലും അതിശയപ്പെടേണ്ടതില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോഴത്തെ വീഴ്ചയുടെ ഒരു ആഘാതം മറികടക്കാൻ CPIMന് അങ്ങനെ ഒരു തെറ്റുതിരുത്തൽ മാർഗ്ഗരേഖ അത് ഉണ്ടാവുകയും അത് താഴെ തട്ട് വരെ എത്തുകയും ചെയ്യേണ്ടത്, അതും എത്രയും പെട്ടെന്ന് എത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ നോക്കൂ, ഒക്ടോബറിലാണ് CPIMന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങാൻ പോകുന്നത്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ അങ്ങനെ ഓരോ തട്ടിലെയും സമ്മേളനങ്ങൾ പൂർത്തിയാക്കി അടുത്ത ഏപ്രിൽ ആകുമ്പോഴേക്കും പാർട്ടി കോൺഗ്രസ് നടത്തി അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോവുക. അപ്പോൾ സമയം എന്ന് പറയുന്നത് വളരെ കുറവാണ്. തിരുത്തൽ പ്രക്രിയ വളരെ വേഗത്തിൽ പൂർത്തിയാക്കുകയും വേണം. അതിനുശേഷം 2 തെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും. 2ാം തവണയും അധികാരത്തിലെത്തുമ്പോൾ പിണറായി വിജയനും ടീമിനും മേൽ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. തുടർ ഭരണം കൊടുത്തത് അതുകൊണ്ട് കൂടിയാണ്. പ്രതിപക്ഷത്തിന്റെ അവരുടെ ഒരു ഓവർ കോൺഫിഡൻസ് കൊണ്ട് അവർ വിട്ടുകൊടുത്തതാണ് എന്നൊരു ഭാഗത്ത് പറയുന്നുണ്ടെങ്കിലും ഞാൻ കരുതുന്നത് ആദ്യത്തെ പിണറായി സർക്കാർ നല്ലതായിരുന്നു. അതുകൊണ്ട് രണ്ടാമതൊരു ഊഴം കൊടുത്തു. പക്ഷേ രണ്ടാമത്തേതെന്ന് പറയുന്നത് ആദ്യത്തേതിന് ഘടകവിരുദ്ധമായ സമീപനമെടുക്കുന്ന, ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു പാർട്ടിയും സർക്കാർ സംവിധാനവുമായി മാറിപ്പോകുന്നതാണ് കണ്ടത്. അപ്പോൾ ഈ വിമർശനങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ CPIM തയ്യാറാവുകയും തിരുത്തുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫാക്ട്. ഇനി CPIയിലേക്ക് വന്നു കഴിഞ്ഞാൽ CPIയുടെ വിമർശനത്തിൽ അവർ സ്വന്തം മന്ത്രിമാരെ കുറിച്ച് വിമർശിക്കുന്നുണ്ട്. ഈ മന്ത്രിമാരൊക്കെ എന്തിനു കൊള്ളാം എന്നാണ് ചോദിക്കുന്നത്. അത് തന്നെയാണ് ജനവും ചോദിക്കുന്നത്. അത് CPI തിരിച്ചറിയുന്നുണ്ട്. CPIM കൂടി തിരിച്ചറിഞ്ഞാൽ മതി. മുഖ്യമന്ത്രി അടക്കം ആ മന്ത്രിസഭയിലെ മന്ത്രിമാരും എല്ലാവരും ജനങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങളെ ഞങ്ങൾക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല എന്ന് ജനങ്ങൾ പറഞ്ഞ ഒരു മറുപടിയായിട്ട് വേണം ഈ ജനവിധിയെ പാർട്ടിയും സർക്കാരും കാണാൻ. CPI ഇടുക്കി ജില്ലാ കൗൺസിൽ പറഞ്ഞത് മുന്നണി മാറ്റം വേണമെന്നാണ്. LDFൽ നിന്നതുകൊണ്ട് പാർട്ടിക്ക് പ്രത്യേകിച്ച് ഗുണമില്ല എന്നുള്ളത് അവരുടെ വിലയിരുത്തലാണ്. CPIയുടെ 4 മന്ത്രിമാരും തികഞ്ഞ പരാജയമാണെന്ന് ഇടുക്കി ജില്ലാ കൗൺസിൽ പറയുന്നുണ്ട്. എറണാകുളം ജില്ലാ കൗൺസിൽ കുറച്ചുകൂടി കടുപ്പിച്ചാണ് പറയുന്നത്. മുഖ്യമന്ത്രി അടക്കം ആരും ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല എന്നാണ് എറണാകുളം ജില്ലാ കൗൺസിൽ പറയുന്നത്. തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവും കൗൺസിലും വലിയ വിമർശനമാണ്. കാരണം തൃശ്ശൂരിൽ സുനിൽകുമാർ വളരെ വികാര ഭരിതനായാണ് ആ യോഗത്തിൽ പങ്കെടുത്തതെന്നാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. അതായത് താഴെത്തട്ടിലുള്ള പ്രചാരണം എന്ന് പറയുന്നത് ഒട്ടും ഇമ്പാക്ട്ഫുൾ ആയിരുന്നതേയില്ല എന്ന് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയടക്കം ഈ യോഗങ്ങളിൽ വന്ന് പറയുകയാണ്. അതിലേക്ക് വരുമ്പോൾ ഈ ഇടുക്കിയിൽ ഭൂപ്രശ്നങ്ങൾ പരാജയത്തിന് കാരണമായി എന്നവർ കൃത്യമായ എന്താണ് പരാജയ കാരണം എന്നുള്ളത് CPI ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെയുള്ള ഒരു കൃത്യമായ തിരിച്ചറിയലിലേക്ക് CPIM എത്തുകയാണെങ്കിൽ അവർക്ക് അത് പരിഹരിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങൾ, ഓരോ വിഷയങ്ങളും പ്രത്യേകം എടുത്ത് അത് പരിശോധിച്ച് തിരുത്തുക എന്ന സമീപനത്തിലേക്ക് പാർട്ടി എത്തുമോ എന്നുള്ളതാണ് ഞാൻ ഈ വിഷയത്തിൽ ഉറ്റുനോക്കുന്നത്. അതായത് മൊത്തത്തിലുള്ള ഒരു തിരുത്തൽ കൊണ്ട് കാര്യമില്ല. നിങ്ങൾ ഒക്കെ സൂചിപ്പിച്ചതുപോലെ മൊത്തത്തിൽ, അതായത് കുറേ കാര്യങ്ങളിൽ പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്, എന്നാൽ കുറേ അധികം നെഗറ്റീവ്സ് ഉണ്ട്. ആ നെഗറ്റീവ്സ് ഓരോന്നും എസ്കലേറ്റ് ചെയ്ത് അതിന്മേൽ പരിഹാരത്തിലേക്ക് പോവുകയാണെങ്കിൽ തിരിച്ചു വരാനുള്ള ഒരു സ്കോപ്പ്, നമ്മൾ പറയുമല്ലോ റൂം ഫോർ ഇംപ്രൂവ്മെന്റ്, അത് അവിടെ ഇപ്പോഴും CPIMന് അവശേഷിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രം തിരുത്തിയത് കൊണ്ട് കാര്യമില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തിരുത്താനേ തയ്യാറാകില്ല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് തിരുത്തേണ്ടതായ ഒരു സാഹചര്യം വന്നാൽ തിരുത്തിയേ പറ്റൂ. കാരണം പിണറായി വിജയൻ പാർട്ടിക്ക് അതീതനാണ് എന്നൊരു പ്രതിച്ഛായ അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ട്. ആ പ്രതിച്ഛായ കൊടുത്തതിന് ഉത്തരവാദി പാർട്ടിക്കുള്ളിലുള്ളവരും മാധ്യമങ്ങളിൽ ഒരു വിഭാഗവും ഒക്കെ തന്നെയാണ്. അതായത് ഒരു അതിമാനുഷ പരിവേഷം പിണറായി വിജയന് കൊടുക്കുകയും ഒരു പരാജയം ഉണ്ടാകുമ്പോൾ പിണറായി വിജയൻ തോറ്റു, പിണറായി വിജയന്റെ ധാർഷ്ട്യമാണ്, പിണറായി വിജയനാണ് മോശം, ഇത്രയും മോശം ഒരു വ്യക്തി വേറെയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ആക്രമിക്കുകയും ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ ഈ പ്രായത്തിൽ ഇനി എന്ത് തിരുത്താനാണ് എന്നുള്ളത് വ്യക്തമല്ല. പിണറായി വിജയൻ ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, 2026 തെരഞ്ഞെടുപ്പിൽ മറ്റൊരാൾ നയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ മാറി നിൽക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം ഇത്രയും പ്രായമായ ഒരു മനുഷ്യനെ തിരുത്തുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശൈലി മാറ്റുക, ധാർഷ്ട്യം മാറ്റുക, അധികാരം മാറ്റുക, അഹങ്കാരം മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ചെറിയ പ്രായമൊക്കെ ആണെങ്കിൽ പറഞ്ഞു തിരുത്താം, ഈ പ്രായത്തിലൊക്കെ തിരുത്താൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും കരുവന്നൂർ കള്ളപ്പണ കേസിൽ അടക്കം പരിശോധനകൾ നടന്ന MK കണ്ണനെ, MK കണ്ണന്റെ ബാങ്കിലാണ് പരിശോധന നടന്നത്. ആ MK
കണ്ണനെ പ്രചാരണ സമിതി ചെയർമാനാക്കുക എന്നുള്ള ഒരു കാര്യമാണ് LDF തൃശ്ശൂരിൽ എടുത്ത സ്റ്റാൻഡ്. ആ സ്റ്റാൻഡിനെ അടക്കം വിമർശിക്കുന്നുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും പരിശോധിക്കപ്പെടേണ്ടതായി കിടക്കുകയാണ്. അതെല്ലാം പരിശോധിക്കാനും ഉടനടി തിരുത്താനും കഴിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. CPI മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, മുന്നണി മാറ്റം. UDF-ലേക്ക് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലത് കിട്ടും എന്നാണ് അവർ പറയുന്നത്. അതിന്റെ കാരണം കേരള കോൺഗ്രസ് എമ്മിന് കൊടുക്കുന്ന ഒരു അമിതമായ പരിഗണനയാണ്. ഇപ്പോൾ കോട്ടയം സീറ്റ് നന്നായി നല്ല അന്തസ്സായി തോറ്റുകൊടുത്തു. പുതുപ്പള്ളിയിൽ പ്രതീക്ഷിച്ച ഇടങ്ങളിൽ ഒരിടത്ത് മുന്നേറ്റം ഉണ്ടാക്കാനായി ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ല. കേരള കോൺഗ്രസ് എം കൂടെ ഉണ്ടായിട്ടും ഇടുക്കിയിലും അതുതന്നെയാണ്. ഇടുക്കിയിൽ മന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായി ഇടതുപക്ഷത്തിന് കഴിയാതെ പോകുന്നതിന്റെ കാരണം കേരള കോൺഗ്രസ് എം എന്ന് പറയുന്നത് നിർജ്ജീവമായി കഴിഞ്ഞു. അതായത് ഇടതുപക്ഷത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ജോസ് കെ മാണിയും പാർട്ടിയും പതിയെ പതിയെ ഇല്ലാതാവുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കാം. എന്തായാലും 20 മണ്ഡലങ്ങളിലെയും ഫലം എന്ന് പറയുന്നത് ഇപ്പോൾ ആലത്തൂരിലെ ജയമടക്കം, ആ ജയം എന്ന് പറയുന്നത് അത്ര ഒരു കളർഫുൾ ജയമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അവിടെ ഞാൻ അന്നത്തെ ദിവസവും പറഞ്ഞത് ഇതേ കാര്യമാണ്. അതായത് അവിടെ TN സരസു അത്രയും വോട്ട് പിടിച്ചില്ലായിരുന്നുവെങ്കിൽ രമ്യ ഹരിദാസ് അവിടെ ജയിച്ചേനെ. അതാണ് അവിടെ സംഭവിച്ചത്. ആലത്തൂരിലെ ജയം എന്ന് പറയുന്നത് ഒരു കളർഫുൾ വിക്ടറി അല്ല. അതിന്റെ കാരണം ചേലക്കരയിലടക്കം രാധാകൃഷ്ണൻ ഉണ്ടായ വോട്ട് കുറവാണ്. അതായത് അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ 1/6 മാത്രമാണ് ഇത്തവണ സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ഇതടക്കം പാർട്ടി പരിശോധിക്കണം. 1 കിട്ടി, 2019 1 ഇപ്പോഴും 1 എന്ന് പറയുന്നതിൽ കാര്യമില്ല. 2019 നിങ്ങൾക്ക്, അതായത് CPIM-ന് പ്രതികൂലമായ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരുന്നു. എതിർ വികാരം എന്ന് പറയുന്നത് ഒരു സുനാമി പോലെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മത്സരത്തിലേക്ക് പോയത്. അപ്പോൾ കിട്ടിയ ഒരു സീറ്റും ഇപ്പോൾ നന്നായി പൊരുതാവുന്ന, വളരെ ആക്റ്റീവ് ഒന്നും അല്ലാതെ ഒരു പ്രതിപക്ഷത്തോട് പൊരുതി സുരക്ഷിതമായി നേടാൻ കഴിയുമായിരുന്ന സീറ്റുകൾ വരെ കളഞ്ഞു കുളിച്ചിട്ട് ഇനിയും തിരുത്താതിരുന്നു കഴിഞ്ഞാൽ ആ പാർട്ടിയെ പിന്നെ എന്തിനു കൊള്ളാം? അതുകൊണ്ട് CPIM തിരുത്തുമെന്നാണ് ഞാൻ കരുതുന്നത്. പിണറായി വിജയൻ തിരുത്തിയില്ലെങ്കിൽ പിണറായി വിജയനെ മാറ്റുക. എന്തിനാണ് പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകണമെന്ന് ആർക്കാണ് നിർബന്ധം? പാർട്ടി തിരുത്തുമോ എന്നതായിരുന്നു ചോദ്യം. യെസ് എന്ന് 3 പേർ, നോ എന്ന് പറഞ്ഞ സ്മൃതിയാണ് അല്ലേ? പാർട്ടി തിരുത്തില്ല എന്ന നിലപാടാണ് സ്മൃതിക്കുള്ളത്. എന്റെ പാർട്ടി തിരുത്തും. പാർട്ടി തിരുത്തില്ല തിരുത്തും. ഏതാണ് എന്റെ പാർട്ടി? ഏതാണ് ഏതാണ് എന്റെ പാർട്ടി? എന്റെ പാർട്ടി എന്റെ പാർട്ടി എന്നാണ് പറഞ്ഞത്. എന്റെ പാർട്ടി തിരുത്തും. എല്ലാ പാർട്ടി എന്റെ ആണല്ലോ, എനിക്ക് പ്രത്യേകിച്ച് മെമ്പർഷിപ്പ് ഒന്നുമില്ലല്ലോ. ഓക്കെ, ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പാണ്. ശരി. ഇതിനകത്ത് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോട്ടെ. അതായത് ഈ നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുള്ള പൊതുവായിട്ടുള്ളൊരു തരംഗം കേരളത്തിൽ ഉണ്ടായിരുന്നുവെന്നും അവിടെ തീർച്ചയായും UDF-ന് അനുകൂലമായൊരു തരംഗം ഉണ്ടായിരുന്നു എന്നുള്ളതും എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണല്ലോ. ഇല്ലില്ല, UDF-ന് അനുകൂലമായ എന്ത് തരംഗം ഇവിടെ ഉണ്ടായിരുന്നു? ഇവിടെ ഇടതുപക്ഷത്തിന് ഭരണവിരുദ്ധ വികാരം നന്നായി എല്ലായിടത്തേക്കും കൊണ്ടുപോയിട്ടുണ്ട്. നരേന്ദ്രമോദിക്കെതിരായ ജനവിധിയൊന്നുമല്ല. അതെന്ത് BJP-ക്ക് കിട്ടാത്തത്? BJP-ക്ക് കിട്ടിയല്ലോ. തൃശ്ശൂരിൽ അക്കൗണ്ട് തുറന്നില്ലേ? 4% ഉള്ളൂ. അല്ല, കയ്യിലിരുന്നത് പോയവരെ കുറിച്ചല്ലേ നമ്മൾ ചർച്ച അതെവിടെയാണ്? കയ്യിലിരുന്ന UDF-നല്ലേ? അത് UDF-ന്റെ തരംഗമല്ലേ? അപ്പോ പിന്നെന്താ പ്രശ്നം? ഇത്തവണയും തരംഗമാ? തരംഗമാണല്ലോ. അങ്ങനെയാണല്ലോ വിലയിരുത്തൽ. നമുക്ക് നിർത്താം. ഓക്കെ, അപ്പോൾ തിരുത്തുമോ എന്നാണ് ചോദ്യം. യെസ് എന്ന് 3, നോ എന്ന് 1. Meet the editors.